ഫാസ്മിന സക്കീർ, മല്ലു ഫാമിലി, വയനാടൻ ബ്ലോഗർ. കുറേ നിരവധി ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, ഇവരുടെ എല്ലാം അക്കൗണ്ടുകൾ മെറ്റ പൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് ബെറ്റിംഗ് ആപ്പുകളെയാണ്. ഇവർ പലപ്പോഴും പല വീഡിയോകളായിട്ട് വന്ന് പറയും ഇവർ ബെറ്റിംഗ് ആപ്പുകൾ കാരണം ബസ് വാങ്ങി, കാറ് വാങ്ങി, അത് വാങ്ങി, ഇത് വാങ്ങി എന്നെല്ലാം പറയുന്ന ആളുകളാണ് ഇവരെല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ബെറ്റിംഗ് ആപ്പുകൾ കാരണം നിരവധി പേരാണ് നമ്മുടെ നാട്ടിൽ മരണപ്പെടുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും പല ഇടങ്ങളിലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളാണ് ഈ ബെറ്റിംഗ് ആപ്പുകൾ ലക്ഷങ്ങൾ പോയവർ, കോടികൾ പോയവർ, ഈ കോടികൾ പോയതിനു ശേഷം ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുടെ വാർത്തകൾ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്ന ആളുകൾ ഇതുകൂട്ടുള്ള ആപ്പുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്? അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു പ്രൊമോഷന് അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് അവർക്ക് കിട്ടുന്നത് 10 ലക്ഷത്തോളം റവന്യൂ ആണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് ഏറ്റെടുക്കാനുള്ള കാരണം. ഇവർ കാണിക്കുന്ന പൈസ, അല്ലെങ്കിൽ ആ ബസ് വാങ്ങിയതാണെങ്കിലും കാറ് വാങ്ങിയതാണെങ്കിലും ഒരു ഫ്ലാറ്റ് എടുക്കുന്നതാണെങ്കിലും ഇവരെടുക്കുന്നത് ഈ പ്രൊമോഷൻ കൊടുക്കുന്ന ആ ഒരു ബെറ്റ് ഗെയിംസിന്റെ ആപ്പുകൾ, അല്ലെങ്കിൽ അവരാണ് ഇവർക്കുള്ള റവന്യൂ കൊടുക്കുന്നത്. അതിൽ നിന്നാണ് ഇവർ ഇതൊക്കെ വാങ്ങുന്നത്. അല്ലാണ്ട് ഇവരിരുന്ന് കുത്തിയിരുന്ന് അത്രയും ബെറ്റ് ഗെയിം കളിച്ചിട്ടല്ല ഇത് വാങ്ങുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു ഫോളോവേഴ്സ് ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കൗമാര പ്രായക്കാർ തുടങ്ങി എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും, അല്ലെങ്കിൽ ഒരു 30, 35, 40 വയസ്സുള്ള എല്ലാ ആൾക്കാരും ഇവരുടെ ആ ഒരു ഫോളോവേഴ്സ് ലിസ്റ്റിലുണ്ട്. അപ്പൊ ഇവരൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫോളോവേഴ്സ് ആണ്. അപ്പോൾ ഈ മല്ലു ഫാമിലി ആണെങ്കിലും വയനാടൻ ബ്ലോഗേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ ഫാമിലി ബ്ലോഗേഴ്സ് ആണ്. ഫാമിലി ബ്ലോഗേഴ്സ് കൂടുതലായിട്ട് ഇത് വന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതലായിട്ട് വിശ്വസിക്കും, ഇത് സത്യമായിരിക്കാം എന്നുള്ള രീതിയിലേക്ക് വിശ്വസിക്കും. അതോടൊപ്പം തന്നെ ഇവര് കുറെ നാളത്തെ വീഡിയോസ് അല്ലെങ്കിൽ കുറെ കണ്ടന്റ്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും ഇവർ ഇത്ര ഫെയിം ആവുന്നത്. ആ ഒരു ഫെയിമിന് ശേഷമാണ് ഇവർ ഈ ഒരു പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ തേടി വരുന്നത്. കൊളാബ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ ഇവർ തേടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇവർക്ക് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ ഈ ഒരു ഗെയിമിംഗ് ആപ്പ് എടുക്കും, അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കയറും എന്നൊക്കെ ഉള്ള വിശ്വാസം കൊണ്ടാണ് ഇവർക്ക് ഇത്രത്തോളം പ്രൊമോഷൻസ് വരുന്നത്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടന്റ് ആക്കിയ ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഓൾറെഡി ഇവർക്ക് ഇൻസ്റ്റഗ്രാം വഴി നല്ല രീതിയിൽ പേയ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ബാക്കിയുള്ളവരെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വിശ്വാസ്യത കയ്യിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ഗെയിംസിനെ അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ഗെയിംസിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളൊരു രീതിയിലേക്ക് നേരത്തെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ ട്രോൾ ചെയ്തപ്പെട്ടുകൊണ്ട് കണ്ടന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വയനാടൻ വ്ളോഗേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ആയിരുന്നു ഒരു വലിയൊരു ബസ് വാങ്ങി എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. അപ്പൊ ഇവരെയൊക്കെ തന്നെ നല്ല രീതിയിൽ ട്രോൾ ചെയ്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും ലക്ഷം രൂപ ഒരു ഗെയിം വഴി അവർക്ക് വെറുതെ കിട്ടി, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഒരു ലൂഡോ കളിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഇങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരുപാട് ട്രോൾസും, അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവർ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത്രയും ട്രോൾ വരുമ്പോഴും ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ നേരത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ വീഡിയോസും ഇത് തന്നെയാണ്. ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കയറിയാൽ മതി എന്ന രീതിയിൽ ഇഷ്ടംപോലെ വീഡിയോസ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ പ്രൊമോഷൻസ് ആയിരുന്നു ഇവർ ചെയ്തത്. പക്ഷേ ഇവരുടെയൊക്കെ ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഇനി ആരും ഈ ഇൻസ്റ്റഗ്രാം വഴി പ്രൊമോഷൻ വരാൻ പറ്റില്ല. കാരണം യൂട്യൂബിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. യൂട്യൂബിൽ ഇത്തരത്തിലുള്ള ഗാംബ്ലിംഗ് ഗെയിംസിന് അല്ലെങ്കിൽ ബെറ്റ് ഗെയിംസിനെ ഒന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എല്ലാം കൂടെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് റീൽസിനകത്ത് ഒരു ആദ്യത്തെ 5 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യം ഒന്നും ഒരു പ്രൊമോഷൻ ചെയ്യില്ല. അതാണ് പ്രത്യേകത. ആദ്യം ഇവരുടെ ലൈഫ്, അല്ലെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിൽ അവരുടെ ഫാമിലിയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിക്കും. എന്നിട്ട് പിന്നീട് ഇവർ വാങ്ങിയ സാധനം അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുള്ള് കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഇവർ പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് സമ്പാദിച്ചത്, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിക്കും, എന്റെ ബാലൻസ് ഇത്രയുണ്ട്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ഗെയിം കളിച്ചിട്ടാണ്, അല്ലെങ്കിൽ കളിക്കുന്ന രീതി കൂടി കാണിച്ചു തരും. ഇങ്ങനെയാണ് അവർ ഈ ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ അത്രത്തോളം ആൾക്കാർ ഈ ഒരു ഗെയിംസിനുള്ളിലേക്ക് പെടുത്തുന്നത്. പക്ഷെ ഇവർക്കെല്ലാം ഒരു തിരിച്ചടി തന്നെയാണ്. നമ്മുടെ കേരള പോലീസിന്റെ ആണെങ്കിലും മെറ്റയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മെറ്റ ഡയറക്റ്റായിട്ട് ഇറങ്ങിയ അക്കൗണ്ടുകൾ പൂട്ടുന്നത് ഇതിപ്പോ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ട്, ഒരു 3 മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ ഒക്കെ ആൾക്കാർ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത്രത്തോളം ഒരു ഇൻഫ്ലുവൻസിനെ ഡയറക്റ്റ് മെറ്റ ഇറങ്ങി പൂട്ടുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ആൾക്കാരാണ് ഇങ്ങനെ ഗെയിംസ്, ഈ ഒരു ബെറ്റ് ഗെയിംസ് വഴി ആദ്യം കുറച്ച് എമൗണ്ട് ഓഫ് മണി നമുക്ക് കിട്ടും. പക്ഷെ പിന്നീട് ഈ ബെറ്റ് ചെയ്ത് 10-15 ലക്ഷം രൂപയുടെ അത്രത്തോളം നഷ്ടം വന്ന് സ്വന്തമായിട്ട് ജീവൻ ആത്മഹത്യ ചെയ്ത്, അല്ലെങ്കിൽ 2024 എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ അധികം ആൾക്കാർക്ക് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ബെറ്റ് ഗെയിംസ് വഴി. കാരണം ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് ഒരുപാട് വലിയ ആൾക്കാർ കളിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാന കാരണം. കാരണം ഒരു സമയത്തിന് ശേഷം ഈ ഒരു പൈസ അല്ലെങ്കിൽ ഒരു നഷ്ടം സംഭവിച്ചത് നമ്മൾ കൊടുത്തില്ല എങ്കിൽ ഇവർ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അല്ല അത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ടെന്നാണ് നമ്മുടെ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. ഇപ്പൊ ഇത് കേരള പോലീസിന്റെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
ഈ മെറ്റ ഡയറക്റ്റ് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ മെറ്റ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന്റെ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ മെറ്റയ്ക്ക് കൊടുത്തത് കൊണ്ടാണ് മെറ്റ് ഡയറക്റ്റ് വന്നിട്ട് ഈ 3 അക്കൗണ്ടുകൾ പൂട്ടിയിട്ടുള്ളത്. പക്ഷെ നിലവിൽ ഇവർ പുതിയ അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട്. ഇതിനെതിരെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും മെറ്റയുടെ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ഇത്തരം ഗെയിമുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ എല്ലാ അക്കൗണ്ടുകളും മെറ്റ പൂട്ടുന്നു തന്നെയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാം ഇതുകൂടുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകുന്നതല്ലാതെ നമുക്ക് ഒരു പോലും തിരിച്ചു കിട്ടുന്നത് പാടാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം അൽഗോരിതം വരയ്ക്കുന്നത്, അതായത് ഈ ആപ്പുകളുടെ എല്ലാം നമുക്ക് ഈ ബെറ്റിംഗ് ആപ്പുകളുടെ എല്ലാം അൽഗോരിതം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർ ആദ്യമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് ആദ്യത്തെ തവണ പൈസ ഇങ്ങോട്ട് കിട്ടും. ഇപ്പോൾ ഒരാൾ 100 ഇടുകയാണ്, അതൊരു 150 രൂപയായിട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ 150 രൂപയായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരാളെന്ത് വിചാരിക്കും, ഞാൻ 1000 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 1500 തിരിച്ചു കിട്ടും, എനിക്ക് ഇനിയും പൈസ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇവർ കടന്നു പോകും. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കിട്ടും, നല്ല രീതിയിലുള്ള പൈസ കിട്ടും. അപ്പോൾ ഇവരെന്ത് വിചാരിക്കും, ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കിട്ടുമെന്നൊരു ചിന്ത ഇവരിലേക്ക് വരും. പിന്നീട് അവർ വലിയ തുകകൾ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും പോകുന്ന പൈസയുടെ എണ്ണം അവർക്കറിയില്ല. കാരണം എത്ര രൂപയായിരിക്കും പോകുന്നത് അവർക്ക് അറിയാൻ കഴിയില്ല. കാരണം പോകുന്നുമുണ്ട്, കിട്ടുന്നുമുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ അവർ പോകുന്നത് എത്രയാണെന്ന് അവർ ആലോചിക്കുന്നില്ല. അങ്ങനെ വീണ്ടും കിട്ടിയതിന് ശേഷം 3ാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അവർ വലിയ തുകകൾ ഇടാൻ തുടങ്ങും. നമുക്ക് ഈ റമ്മി കൾച്ചറിനെയൊക്കെ അറിയാമായിരുന്നു. കാരണം റമ്മി കൾച്ചറിന്റെ ഒരു കാലത്ത് നല്ല രീതിയിൽ പൈസ പോയി, അല്ലെങ്കിൽ റമ്മി കൾച്ചറിനെതിരെ കുറേ അധികം കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് ഇതേപോലെ പൈസ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിൽ. പക്ഷേ റമ്മിന്റെ ആ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് കണ്ടാൽ അറിയാം, ബോളിവുഡ് ആക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരാണ് അത് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. പിന്നീട് തൊട്ട് അവരൊരു കാര്യം ചെയ്യാൻ തുടങ്ങി. നമ്മൾ പണ്ടൊരു ചർച്ചയിലും പറഞ്ഞതാണ്, പിന്നീട് തൊട്ട് അവർ ആ ഒരു അഡ്വർടൈസ്മെന്റിന് ശേഷം പറയും ഇത് പൈസ ലാഭം അല്ലെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് പോലെ തന്നെ നഷ്ടവും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുമെന്ന് പിന്നീട് തൊട്ട് റമ്മി കൾച്ചറിന്റെ അഡ്വർടൈസ്മെന്റിന്റെ അവസാനം പറയാൻ തുടങ്ങി. പക്ഷെ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അതിലെ ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, സിനിമാ നടന്മാര്, വലിയ അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ, ഇവരെല്ലാം ഈ ആടുകളിൽ അഭിനയിക്കുന്നുണ്ട്. വലിയ എത്ര പേരാണ് ഇതുകൂട്ടുള്ള ആടുകൾ അഭിനയിക്കുന്നത്. അതുകൂടാതെ അഡ്വർടൈസ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഇത്തരത്തിൽ പറയും. കാരണം ഒരു തവണ ഇതിന് കേസ് വന്നതുകൊണ്ട് തന്നെ ഈ ഫിലിം ആക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇതിന് അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ അവസാനം ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പല കമ്പനികളും മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ള കുറെ അധികം ബെറ്റ് ഗെയിംസ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് സെലിബ്രിറ്റീസ് അല്ല ചെയ്യുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം നല്ല അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഇവരിലേക്ക് ഈ ഒരു പ്രൊമോഷൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപകട സാധ്യതകൾ പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഓൾറെഡി ഡൗട്ടഡ് ആവും, ഇവരുടെ ഫോളോവേഴ്സ് ഡൗട്ടഡ് ആവും, ഇനിയിപ്പോൾ പൈസ പോവാനും ആ ഒരു സാഹചര്യം ഒരു പറയില്ല. ഇവർ നല്ല രീതിയിൽ ഒരു ഫാന്റസിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിക്കും. എന്നതിന് പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ എപ്പോഴും അവരെന്താണ്, പുതിയ കാർ വാങ്ങിക്കുന്നു, പുതിയ ബൈക്ക് വാങ്ങിക്കുന്നു, റിലേറ്റീവ്സിനെ വാങ്ങിക്കുന്നു, ട്രിപ്പ് പോകുന്നു, പിന്നെ സ്വന്തം ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മക്കൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പൊ ആളുകൾ എന്ത് വിചാരിക്കും, ഇത്രയും പൈസ ഇവരെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, ഇതെല്ലാം ഇങ്ങനെയാണ്. അവർ പറയുന്ന ഒരു കാര്യമാണ് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 10,000 ഉണ്ടാക്കാന്ന്. കാരണം ഒരു ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അത് കേൾക്കുകയാണ്. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പോക്കറ്റ് മണി ആയിരിക്കും. അവരെന്ത് ചെയ്യും, അവര് ഇതേപോലെ ഈ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അല്ല, ഈ 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെയൊക്കെ കാശ് ഉണ്ടാക്കാമായിരുന്നെങ്കിൽ ഇവിടെ എന്തോരം കോടീശ്വരന്മാരുണ്ടായേനെ. എത്രത്തോളം കോടീശ്വരന്മാർ നമുക്ക് കാണാൻ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇത് കളിച്ച് എനിക്ക് ഇത്രയും രൂപ കിട്ടുന്നുണ്ട് എന്ന് അവർ അഡ്വർടൈസ്മെന്റിൽ കാണിക്കുന്നുണ്ട്. അല്ലാതെ വെറുതെ ആ ഗെയിം മാത്രം പ്രൊമോട്ട് ചെയ്യുക എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യം അവർക്ക് ലഭിക്കുന്ന പൈസയുടെ ഒരു എമൗണ്ട് അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു ആപ്പ് വഴി അല്ലെങ്കിൽ അവർ ആ ആപ്പിനെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവർ ആ ആപ്പ് വഴി ഇത്രത്തോളം പൈസ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അത് കാണിച്ചിട്ടാണ് അവർ ആ പ്രൊമോഷൻ നടത്തുന്നത്. പക്ഷെ ഇതുപോലെ തന്നെയാണ് ഈ മണി ചെയിനും വർക്ക് ചെയ്യുന്നത്. മണി ചെയിൻ്റെ ഫസ്റ്റ് ആള് വന്നിട്ട് നമ്മളത് പറയുമല്ലോ, ഞാൻ വാങ്ങിച്ച ബെൻസാണിത്, ഞാൻ ഇതിനകത്തൂടെ ഞാൻ ഉണ്ടാക്കിയതാണ് പൈസ, അങ്ങനെയല്ലേ പറയുന്നത്. ഈ അടുത്ത് കണ്ടതായിരുന്നു ഹൈറിച്ചിന്റെ കോടികളായിരുന്നു അവർ തട്ടിക്കൊണ്ടുപോയത്. അല്ലെങ്കിൽ നമ്മൾ ചേരുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 ഇത്ര മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിന് ശേഷം നമ്മൾ ഇട്ട എമൗണ്ടിന്റെ ഒരു ഡബിൾ ഇരട്ടി കിട്ടുക അല്ലെങ്കിൽ ഡബിൾ കിട്ടുക എന്നുള്ള രീതിയിലായിരുന്നു അവർ പ്രൊമോഷൻ നടത്തിയത്. എത്ര കോടി ആൾക്കാരാണ് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ ഇത് ഹൈറിച്ച് നിന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ വന്നിട്ട്. അതിന് മുമ്പ് എത്രയോ ഇങ്ങനത്തെ മണി ചെയിൻ ആയിട്ടുള്ള തട്ടിപ്പുകൾ വന്നിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും ഒരു പുതിയത് വരുമ്പോൾ എല്ലാവരും എന്തുകൊണ്ടായിരിക്കും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? പ്രധാനപ്പെട്ടത് ഈ പൈസയോടുള്ള ആർത്തിയാണ്, ഏറ്റവും എളുപ്പം. അതായത് വയസ്സായ ആൾക്കാരായിരിക്കും, ഒന്നെങ്കിൽ കൂടുതലും വയസ്സായിട്ടുള്ള ആളുകൾ, ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വെറുതെ റിട്ടയർമെന്റ് ആയിട്ടിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അവരുടെ ഈ റിട്ടയർമെന്റ് കുറച്ച് പൈസ ആണ്, അത് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കണം. അപ്പൊ പൈസ കിട്ടുന്ന വഴി എങ്ങനെയാണെന്ന് അവർ ആലോചിക്കും. അല്ലെങ്കിൽ പിന്നെ യുവാക്കളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും പെട്ടെന്ന് സെറ്റിൽ ആവണം.
അപ്പോൾ പെട്ടെന്ന് സെറ്റിൽ ആവാനുള്ള വഴി എന്താണ്? ഇതുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക. ആ ലക്ഷ്യത്തോടെ പോകുന്ന ഈ രണ്ട് കൂട്ടരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് എന്താണ് ഈ കൂട്ടർ എപ്പോഴും ഇതിനകത്തോട് പൊക്കോണ്ടിരിക്കും. ബെറ്റ് ഗെയിംസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് പൈസ അതിനകത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്കും ഒരു സമയം വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്ര പൈസ നമ്മൾ തരാന്നുള്ളത്. ആ പോകുമ്പോഴാണ് പിന്നീട് നമ്മൾ ആ പൈസ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ അതിനകത്ത് പെട്ടുപോകുന്നത്. കാരണം അവർ ഡയറക്റ്റ് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതിന് മുമ്പത്തേക്ക് ഇവർ ബെറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് ബെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഗെയിമിലേക്ക് കടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവർ ആ ഗെയിം കളിക്കുമ്പോൾ തോറ്റു പോകുന്നു. അപ്പോഴാണ് ഈ ഒരു തിരിച്ച്, അല്ലെങ്കിൽ ആ പോകുമ്പോഴാണ് ആ 2 ലക്ഷം രൂപ ഉടൻ തന്നെ അടയ്ക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നത്. അത്തരം സന്ദർഭങ്ങളാണ് എത്രയോ കുട്ടികൾ അവരവരുടെ വീട്ടിൽ, അല്ലെങ്കിൽ അവരറിയാതെ അവരുടെ സ്വർണം എടുത്ത് പണയം വെക്കുന്ന, അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്രയോ കുട്ടികൾ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പീക്ക് ലെവൽ ഒരു 10-25 ലക്ഷം രൂപയൊക്കെ വരുമ്പോഴാണ് ഇവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് എത്രയോ ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നാമ്പുറം, അല്ലെങ്കിൽ ഇവർക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഇതിന് കേസുകൾ പലപ്പോഴും നിലനിൽക്കില്ല, അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷകളൊന്നും ലഭിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ മെറ്റ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യം, നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്രയും നാളും മെറ്റ അതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മുടെ കേരള പോലീസാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ മെറ്റയ്ക്ക് കൊടുത്തത്. ഇത് കാരണം ഇത്രത്തോളം അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബ് ഇതിന് സഹകരിക്കാത്ത, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇത് പറ്റാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ഇത് വന്നിട്ട് ഈ ഇൻസ്റ്റഗ്രാമിൽ ഇത്രത്തോളം ഒരു പ്രൊമോഷണൽ വീഡിയോസ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും പ്രൊമോഷൻസ് ചെയ്യുകയാണെങ്കിൽ, ഇത്തരം ഗെയിമുകളെ പ്രൊമോട്ട് ചെയ്യുകയാണ് എങ്കിൽ മെറ്റ വീണ്ടും ഇതേ നടപടി തന്നെ എടുക്കുമെന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്.